Kiran Rijiju and Honorable Meghalaya CM also with you. So how was the meeting gone and went, and what is the minister's assurance regarding FCRI? Yeah, so we were happy and grateful to that Conrad, the Meghalaya CM, and it is through him that we all went to meet Kiran Rijiju. Our main purpose going and meeting Rijiju is to request him about the FCRA new amendment, the bill that is we are hearing that it will come up, and it will be a very difficult and draconian law as per our understanding, as per our study. So we, on behalf of all the Catholic bishops in India, so like Syro Malabar, Malankara and Latin Rite, on behalf of 175 dioceses, around 300 bishops, requested Kiran Rijiju, the Honorable Minister, to help us in this regard. And he said that he would speak with the higher officials and he will help us in this regard. So the MHA is going to make the amendment and law. So do you think that the Ministry of Minority is constantly take a stand regarding not only with the Christians but also there are several communities and several organizations which will affect the FCRA Act. So is there any alliance with the other parties, concerned parties regarding the FCRA to meeting the central government ministers or any other hierarchy? Yeah, see, as a Bishops' Conference here in CBCI and CCBI also, and other, we have 14 regions of Catholic bishops in India. So each region may be with regard to this FCRA, so they are requesting their own MPs to speak to us, to stand by us, and we are hoping that they would help us and put us in a safe zone. Yeah, I'll give them in Malayalam. Yeah. Come up, no? Here is okay. Yeah, I am tall, no? I understand. Yeah. Okay, yeah. ഇപ്പോൾ ഈ കൂടിക്കാഴ്ച ഇപ്പോൾ പിതാവ് പറഞ്ഞ പോലെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചു വരികയാണ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയമാണ് ഇത് എല്ലാത്തിനും കൂടി വന്നിട്ടുള്ളത്. രാഷ്ട്രീയ മാനം ലഭിക്കുമെന്ന് ആശങ്കയുണ്ടോ ഇങ്ങനെയുള്ള ഈ നീക്കങ്ങൾക്ക്? നമ്മൾ രാഷ്ട്രീയ മാനത്തെ കണ്ടുകൊണ്ടിട്ടല്ല നമ്മൾ ഏതായാലും ഇന്ന് പുള്ളിയായിട്ട് മിനിസ്റ്ററുമായിട്ട് കണ്ടത്. ഈ മീറ്റിങ്ങിന് ഇനിഷ്യേറ്റീവ് എടുത്തത് നമ്മുടെ മേഘാലയ ചീഫ് മിനിസ്റ്റർ കൊൺറാഡ് ആണ്. അദ്ദേഹം വഴിയാണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കിരൺ റിജിജുവിനെ കാണുവാൻ സാധിച്ചു. ഞങ്ങളുടേതായ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും വിത്ത് റിഗാർഡ് ടു FCRA ബില്ലുമായിട്ടുള്ളത് അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. ഇത് അവതരിപ്പിച്ചത് കേവലം നമ്മൾ കത്തോലിക്കർക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കോ വേണ്ടി മാത്രമല്ല, എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ NGOകളും ഈ നിയമം വഴി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ തന്നെ തടസ്സം സൃഷ്ടിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ലോയേഴ്സിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ ഈ മന്ത്രിയുമായിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്തത്. അദ്ദേഹം ഇത് ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്ററിന് മുൻപിൽ അവതരിപ്പിക്കാമെന്നും അവതരിപ്പിച്ച് അതിന് വേണ്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ പരിശ്രമിക്കാം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പരിശ്രമിക്കാം എന്ന്. കോൺട്രാക്ട് ഭാഗமாக അദ്ദേഹം ഒരു മീഡിയേഷൻ ചെയ്തുകൊള്ളാമെന്നൊരു അവർക്ക് പോലെ ഒരു മീഡിയേറ്ററായിട്ട് നിന്നോളാമെന്ന് തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹവും പാർട്ട് ഓഫ് ദ ചർച്ചാണ്.
അദ്ദേഹം മേഘാലയ ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ പോലും അദ്ദേഹം ഇന്ന് ഞങ്ങളോടൊപ്പം വന്നത് നമ്മുടെ സഭയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം അതിന് വേണ്ടുന്ന മീഡിയേഷൻ നടത്താമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ഓൾറെഡി ടേക്കൻ. ഈ കിരൺ റിജിജു നേരത്തെ പറഞ്ഞത് ഇനി ചർച്ചയില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു ചർച്ചയിലേക്ക് പോകുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് നാളെ വോട്ടെടുപ്പിലേക്ക് പോകുന്നതുകൊണ്ടാണ് പെട്ടെന്നൊരു ചർച്ചയിലേക്ക് തയ്യാറായത്. കിരൺ റിജിജു അന്ന് ചർച്ചയില്ല എന്ന് പറഞ്ഞത് എന്തിൻ്റെ വെളിച്ചത്തിലാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞു ഇനി ചർച്ചയില്ല എന്ന്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ നിയമവിദഗ്ധരും ഞങ്ങളുമായിട്ടിരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിനും ചില കാര്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്നുള്ളത്. അതാണല്ലോ ഞാൻ ആദ്യം ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ ഗവൺമെൻറ്റിനെ ഇതിൻ്റെ പോരായ്മകൾ എന്താണെന്നുള്ളത് ധരിപ്പിക്കാൻ പരിശ്രമിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കണ്ടത്. അതും കേരളത്തിലെ രാഷ്ട്രീയം മറ്റുള്ളിടത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇലക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെയുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കുക, ഈ ഡ്രക്കോണിയൻ ലോ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലാന്ന് പറയുമ്പോഴും കേരളത്തിൽ ഉൾപ്പെടെ ക്രിസ്ത്യൻ സഭകളുടെ വോട്ട് നിരന്തരം BJP ആവശ്യപ്പെടുന്നുണ്ട്. അതും ഈ ഒരു നിയമ ഭേദഗതി ഈ സമയത്ത് കൊണ്ടുവന്നതും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് കരുതുന്നുണ്ടോ? കാരണം വെച്ചാൽ അവരൊരിക്കലും ഈ വോട്ടിനെ അവിടെ ക്രിസ്ത്യാനികളുടെ വോട്ടിനെ പ്രതീക്ഷിക്കുന്നല്ല, മൈനോറിറ്റികളുടെയൊക്കെ വോട്ടിനെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വരികയിൽ അവർ ഈ ബില്ല് കൊണ്ടുവരരുതായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ എല്ലാ പാർട്ടിക്കാരും എല്ലാവരുടെയും വോട്ട് ചോദിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവരെ തന്നെ മാത്രം BJPയെ മാത്രം അവർ വോട്ട് ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാ പാർട്ടിക്കാരും വോട്ട് എല്ലാവരുടെയും ചോദിക്കുന്നില്ലേ? ഈ പ്രധാനമന്ത്രിയുമായും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുമായി ഈ വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ സഹോദരങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് അടുത്ത വരും ദിവസങ്ങളിൽ പ്രൈം മിനിസ്റ്ററെയും ഹോം മിനിസ്റ്ററെയും കാണുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഹോം മിനിസ്റ്ററെ കാണുവാനായിട്ട് വരുന്ന 14-ാം തീയതി 15-ാം തീയതി കാണുന്നതിനായിട്ട് ഞാൻ ഓൾറെഡി ഒരു എഴുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് തന്നെ കൊടുത്തിരുന്നതാണ്, ഇഷ്യൂ വരുന്നതിന് മുമ്പ്. അത് വേറെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്ററെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത് സമയത്തിന് വേണ്ടിയിട്ട്. ഇതുവരെ അതൊന്നും അവിടുന്ന് കൺഫേം ആയിട്ടില്ല. ഇന്ന് നടന്ന മീറ്റിംഗിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇല്ല, ഇന്ന് അതിനെ സംബന്ധിച്ചൊന്നും സൂചിപ്പിച്ചിട്ടില്ല. കിരൺ റിജിജു ആണ് നമ്മൾ എന്നാ പറയുന്നത് മൈനോറിറ്റിയുടെ മിനിസ്റ്ററാണ്. അപ്പം മൈനോറിറ്റി എന്ന കമ്മ്യൂണിറ്റി എന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള ആദ്യത്തെ ചാൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തെ കണ്ടു. ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ നിങ്ങളവിടെ ഉണ്ടായിരുന്നല്ലോ പുറത്ത്, 1.5 മണിക്കൂർ നീണ്ട ഒരു മീറ്റിംഗ് ആയിരുന്നു. വളരെ കാര്യമായ രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയം, ഇന്നലെയാണെങ്കിലും ഇൻഡോറിൽ ഒരു പറ്റം സിസ്റ്റേഴ്സിനെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കി. അതും ഞാനിന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതിന് അറുതി വരുത്തണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിലിടപെടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കിരൺ റിജിജു മുൻപ് ഒരു കാര്യം പറഞ്ഞത്, അതായത് മീഡിയയായിട്ട് ബ്രീഫ് ചെയ്യുമ്പോൾ അദ്ദേഹം ഈ ക്ലോസ് മുഴുവൻ വായിച്ചിട്ടുള്ളതാണ്. വ്യക്തമായിട്ട് ഈ എന്താണ് ബില്ല് എന്നുള്ള അറിവുണ്ട്. കേരളത്തിൽ പ്രതിപക്ഷവും CPM-ഉം UDF-ഉം ചേർന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ താങ്കൾ ഇന്ന് പറയുന്നത് കൂടിക്കാഴ്ചയിൽ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ഇതിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലായത്. ഇപ്പോൾ സഭാ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന കാര്യം മനസ്സിലായത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ സെക്ഷൻ 16, അതായത് പ്രശ്നം ഈ സ്വത്ത് കണ്ടു കിട്ടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അതിപ്പോഴാണ് ഇങ്ങനെ ആശങ്കകൾ അറിയിച്ചപ്പോഴാണ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിനൊരു പരിഹാരമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത് എന്ന് ആണോ പറയുന്നത്? ഇദ്ദേഹം പറഞ്ഞ പോലെ അല്ല പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഇപ്പോഴാണ് മനസ്സിലായത്. സ്വത്ത് കണ്ടു കെട്ടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും അദ്ദേഹം പ്രത്യേകമായിട്ട് പറഞ്ഞില്ല. അദ്ദേഹം കേരളത്തിൽ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അല്ല, പാർലമെന്റിലും പറഞ്ഞത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് സഭയെ കൂടി പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് ശരിയായിട്ടില്ല. ഇത് തെറ്റിദ്ധരിപ്പിക്കുകയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇതിന് വേണ്ടിയിട്ട് ഇതിന് എതിർപ്പായിട്ട് വരുന്നവരെല്ലാം സാമാന്യ വിദ്യാഭ്യാസവും വായിച്ചാൽ മനസ്സിലാകുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് വെറുതെ അവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അത് തെറ്റിദ്ധാരണയായിട്ട് മാറിയില്ല. തെറ്റിദ്ധരിപ്പിക്കുകയല്ല ഒരിക്കലും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് തെറ്റിദ്ധാരണയെന്ന് നമ്മൾ പറഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. ഈ നിലവിലെ ഭേദഗതികളിൽ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് സഭയായിട്ട് വിശ്വസിക്കുന്നത്. അതിനകത്ത് മാറ്റം വരുത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അവർ ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറയുന്നത് ഇവിടെ രാജ്യത്ത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ബില്ല് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ
വളരെ കർശനമായ ഒരു നിയമം ഇങ്ങനെയുള്ള കാര്യങ്ങളെ തടസ്സപ്പെടുത്തുമെന്നാണ്, അതായത് രാജ്യദ്രോഹപരമായ കാര്യങ്ങളെ തടസ്സപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു പോയിന്റ്. പക്ഷേ അതിന് ഈ നിയമം വരണമെന്ന് നിർബന്ധമില്ല. രാജ്യത്ത് NIA പോലുള്ള കോടതി അതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നു, രാജ്യദ്രോഹം കുറ്റം ചെയ്യുന്നവരുടെ മേൽ ചുമത്താൻ വേണ്ടിയിട്ട് ആ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ആ നിയമങ്ങളൊക്കെ സ്ട്രിഞ്ചൻ്റ് ആക്കട്ടെ, നമ്മുടെ FCRA ബില്ലല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കോൺറാഡ് സാങ്മയുടെ ഇതിനകത്തൊരു റോൾ ശരിക്കും എന്താണ്? കോൺറാഡ് സാങ്മ ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒന്നാമത് ഒരു കത്തോലിക്കനാണ്, അതായത് ഒരു ഹാർഡ് കോർ കത്തോലിക്കനാണ്. അദ്ദേഹം സഭയുടെ എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിനാണ് മറ്റൊന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഒരു പ്രതികരണം കേരളത്തിൽ നടത്തിക്കേണ്ടത്, അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാനിങ്ങനെ കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താണ് പറഞ്ഞത്, കള്ളന്മാർക്ക് പേടിക്കേണ്ടത്. അത് ഞാൻ ബഹുമാനപ്പെട്ട MP സുരേഷ് ഗോപിയോട് ചോദിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അദ്ദേഹം ഈ കള്ളന്മാർ ആരാന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് നന്നായിരുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യരെയും ഒരുമാതിരി സൂചിമുനയിൽ നിർത്തുന്ന കൂട്ട് ഉത്തരം ഇങ്ങനെയുള്ള മറുപടികൾ പറയുന്നത് നമ്മൾ പൊതുജന സമൂഹത്തിന് അല്ലെന്ന് വരില്ല. ഈ NGOയിൽ ഈ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കള്ളന്മാരാക്കുന്ന ഒരു രീതിയാണത്. അതിനകത്ത് പലരും എന്നോടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വളരെയധികം ദുഃഖം ചെലുത്തുന്ന ഒരു കാര്യമാണ്. കള്ളന്മാർക്ക് മാത്രമേ പേടിക്കാനുള്ളൂ. അത് വളരെ ഒരു ബാലിശമായ ഒരു ഉത്തരമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ FCRA ബില്ലിൽ ഒരു ഭേദഗതികൾ വരുത്തിയായിരിക്കും, ഇനി മാറ്റിയത് വരുമെന്നൊക്കെയാണോ CBCയുടെ പ്രതീക്ഷ? അങ്ങനെയുള്ള പ്രതീക്ഷ കൊണ്ടാണല്ലോ നമ്മൾ ഇവരെയൊക്കെ കാണുന്നത്. അവസാനം എന്തായിരിക്കും ഔട്ട്കം എന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ പ്രത്യാശയോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒറ്റ സംശയം കൂടെ, അതായത് CBCI വിചാരിച്ചിട്ട് നടക്കാതെ വന്നതോടുകൂടിയാണോ ഈ മേഘാലയ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തേടിയത്? ഒരിക്കലുമല്ല. മേഘാലയ ചീഫ് മിനിസ്റ്റർ ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ ഹി ഈസ് പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് CBCI. അദ്ദേഹം ഇങ്ങോട്ട് താല്പര്യം അറിയിച്ചതാണ്. തീർച്ചയായിട്ടും ഇങ്ങോട്ടല്ല, നമ്മളുടെ ഒരു കത്തോലിക്ക സഭയിലെ ഒരു തലമൂത്ത നേതാവാണ്, ഒരു CM ആണ്. അദ്ദേഹത്തെ അടുത്ത കാലത്ത് CBCI മീറ്റിംഗ് ബാംഗ്ലൂർ വെച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ അവാർഡ് കൊടുത്തവരെ അനുമോദിച്ചിരുന്ന അംഗീകരിച്ചിരുന്നതാണ്. അതിനാൽ അത് അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കാണേണ്ടതായിട്ടില്ല. അദ്ദേഹം CBCIയുടെ ഭാഗമായിട്ട് തന്നെയാണ്. കാരണം വെച്ചാൽ സഭയിൽ നിന്ന് സഭയുടെ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നേതൃത്വ സ്ഥാനങ്ങളിലുള്ളവരല്ലേ കടന്നു വന്ന് ഇതിന് മീഡിയേഷൻ എന്നല്ല, ഇതിൽ ഇടപെട്ട് കാര്യങ്ങൾ നേരെയാക്കി തരിക എന്നുള്ളത് അവരുടെ കൂടെ ഉത്തരവാദിത്വമല്ലേ.